ഐതിഹ്യ കഥ എന്ന് പറയുന്നത് ഈ മഹാബലി എന്ന് പറയുന്ന ആ ദാനശീലനായ ഉദാരമതിയായ ആ ചക്രവർത്തി നാട് ഭരിച്ചിരുന്ന ഒരു കാലം, കള്ളവും ചതിയുമില്ലാത്ത, വഞ്ചനയില്ലാത്ത ആ ഒരു നല്ല ഭരണകാലം അല്ലെ, ആ ഭരണം അങ്ങനെ നാട് ഭരിച്ചിരുന്ന ഒരു ചക്രവർത്തി, ആ ചക്രവർത്തിയുടെ ഭരണത്തിൽ അസൂയപ്പെട്ടുകൊണ്ട് ദേവന്മാർക്ക് വരെ അസൂയ ഉണ്ടായി എന്നാണ് പറയുന്നത്. അങ്ങനെ വാമന രൂപം കൊണ്ടുവന്ന് ചക്രവർത്തിയോട് മൂന്നടി മണ്ണ് ചോദിക്കുകയും അദ്ദേഹം വാക്ക് പാലിക്കണം എന്നുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു വലിയ മനസ്സിന്റെ അദ്ദേഹത്തിന്റെ സ്വഭാവ ഗുണം കൊണ്ട് അദ്ദേഹം അത് അനുവദിച്ചു കൊടുക്കുകയും 2 അടി വാമനൻ രൂപം, വലിയ രൂപം കൊണ്ട് 2 കാലടി വെച്ചപ്പോഴേക്കും ഭൂമിയും സ്വർഗവും തീർന്നു. പിന്നെ അടുത്ത സ്റ്റെപ്പ് വെക്കാൻ സ്ഥലമില്ലാതായപ്പോ വാക്ക് പാലിക്കാനായി ആ ഉദാരമതിയായ ചക്രവർത്തി തല താഴ്ത്തി കൊടുത്തിരുന്നു. അങ്ങനെ വാമനൻ ചവിട്ടി പാതാളത്തിലേക്ക് താഴ്ത്തി എന്നും ഒക്കെയാണ് നമ്മൾ പറയുന്നത്. ചവിട്ടി താഴ്ത്തി എന്നുള്ളതൊന്നുമല്ല. ഇതിന്റെ മറ്റൊരു കോൺസെപ്റ്റ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. അത് എന്നോട് ഇതേപോലെ ഒരു സുഹൃത്ത് പറഞ്ഞു തന്നത്. അതായത് ഈ മഹാബലി എന്ന് പറയുന്ന ആ ചക്രവർത്തിയുടെ ഒരു സ്വഭാവം എന്താണ് വിവരിച്ചത്? കള്ളവും ചതിയും ഇല്ലാത്ത, വഞ്ചനയില്ലാത്ത, അല്ലേ, അങ്ങനെയുള്ള ഒരു ദുശീലങ്ങളും ഇല്ലാത്ത ആ ചക്രവർത്തി അതാരാണ്? അത് നമ്മൾ തന്നെയാണ്. അങ്ങനെ ഒന്ന് ആലോചിച്ചു. നമ്മുടെ കുട്ടിക്കാലം, നമുക്കൊരു തിരിച്ചറിവ് വരുന്നതിന് മുൻപുള്ള നമ്മുടെ കുട്ടിക്കാലമാണത്. ആ കുട്ടിക്കാലത്തെ വർഷത്തിൽ ഒരു തവണയെങ്കിലും തിരിച്ചു കൊണ്ടുവരാനാണ് പറയുന്നത്. നമ്മുടെ ആ ചക്രവർത്തിയെ, നമ്മളിൽ ഉണ്ടായിരുന്ന കള്ളവും ചതിയും വഞ്ചനയും ഒന്നും അറിയാത്ത ആ കുട്ടിയായിരുന്ന, നിഷ്കളങ്കനായിരുന്ന ആ സ്വഭാവക്കാരനെ, ആ കുട്ടിയെ വർഷത്തിൽ ഒരു തവണയെങ്കിലും തിരിച്ചു കൊണ്ടുവരൂ. പ്രകൃതി അതിന് സജ്ജമാണ്. പൂക്കാലമാണ്, സമൃദ്ധിയുള്ള കാലമാണ്. ആ സമൃദ്ധിയുടെ കാലത്ത് നിങ്ങൾ ഒരു ദിവസമെങ്കിലും തിരിച്ചൊരു കുട്ടിയായി ഇങ്ങോട്ട് വരൂ. നിങ്ങളെ ചവിട്ടി താഴ്ത്തിയത് വാമനനാണ്. ആര്? വാമനൻ. മനനം ചെയ്യാൻ കഴിവുള്ളവൻ, തിരിച്ചറിവുള്ളവൻ, നിങ്ങളിലെ തന്നെ വാമനൻ, നിങ്ങളിലെ തന്നെ തിരിച്ചറിയുള്ളവൻ, നിഷ്കളങ്കനായ നിങ്ങൾ.